ഹായ്, ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്. ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ 56ാമത്തെ പേജിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. 4ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ചെയ്യുന്നത്. മുമ്പുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. 4ാമത്തെ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് എ നോൺ ഐസോസ് ട്രപ്പീസിയം ഈസ് നോട്ട് സൈക്ലിക്. നമ്മൾ ഫിഗർ വരച്ചു, പേര് കൊടുക്കാം. എ, ബി, സി, ഡി. അപ്പോൾ ഇവിടെ എ ബി സി ഡി ഒരു നോൺ ഐസോസെലസ് ട്രപ്പീസിയം ആണ്. എ ബി സി ഡി നോൺ ഐസോസെലസ് ട്രപ്പീസിയം. അതുകൊണ്ട് തന്നെ എ ഡി നോട്ട് ഈക്വൽ ടു ബി സി ആണ്. ഐസോസെലസ് ട്രപ്പീസിയം ആണെങ്കിൽ എ ഡിയും ബി സിയും ഈക്വൽ ആയതിനെ. ഇവിടെ എ ബിയും സി ഡിയും പാരലാണ്, പക്ഷേ എ ഡിയും ബി സിയും ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ therefore ആംഗിൾ എ നോട്ട് ഈക്വൽ ടു ആംഗിൾ ബി ആണ്. എ ഡിയും ബി സിയും ഈക്വൽ അല്ലാത്തതുകൊണ്ട് തന്നെ ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ അല്ല. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. കാരണം എയും ഡിയും ഇത് കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. കാരണം ട്രപ്പീസിയം ആയതുകൊണ്ട് തന്നെ എ ബിയും സി ഡിയും പാരലാണ്. എ ബി സി ഡിയും പാരലാവുമ്പോൾ എ ഡി എന്നുള്ള ട്രാൻസ്വേഴ്സ് ലൈനെ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആംഗിൾസ് കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. മലയാളത്തിൽ ആന്തര സഹകോൺ. അതാണ് ഈ എയും ഡിയും. അപ്പോൾ അത് സപ്ലിമെൻ്ററി ആണ്. കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. ഇവിടെ സിൻസ് എ ആൻഡ് ബി ആർ നോട്ട് ഈക്വൽ, എയും ബിയും ഈക്വൽ അല്ലാത്തത് കൊണ്ട് തന്നെ ബിക്ക് പകരം എ യൂസ് ചെയ്താൽ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി, ആംഗിൾ ബിയും ആംഗിൾ ഡിയും നോട്ട് ഈക്വൽ ടു, ഇവിടെ എ പ്ലസ് ബി 180 ഡിഗ്രി ആണ്. നമ്മൾ എക്ക് പകരം ഇവിടെ ബി യൂസ് ചെയ്താൽ സൈക്ലിക് ഓട്ടോലേറ്ററിലാണെങ്കിൽ ഈ ബി പ്ലസ് ഡി നമുക്ക് 180 ഡിഗ്രി കിട്ടണം. എയും ബിയും ഈക്വൽ അല്ലാത്തത് കൊണ്ട് തന്നെ ബി പ്ലസ് ഡി 180 ഡിഗ്രി ഇവിടെ കിട്ടൂല. സം ഓഫ് ദി ഓപ്പോസിറ്റ് ആംഗിൾസ്, സം ഓഫ് ദി ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് ദിസ് ക്വാഡ്രിലേറ്ററൽ ഈസ് നോട്ട് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഒരു സൈക്കിൾ ക്വാഡ്രിലേറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണെങ്കിൽ അത് 180 ഡിഗ്രി ആവണം. ഇവിടെ ഓപ്പോസിറ്റ് ആംഗിൾസ് ബിയും ഡിയും ബി പ്ലസ് ഡി 180 ഡിഗ്രി കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ അല്ല. എ ബി സി ഡി ഈസ് നോട്ട് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. ഐസോസെലസ് ട്രപ്പീസിയം ഈസ് നോട്ട് സൈക്ലിക്. ഇപ്പോൾ നോൺ ഐസോസെലസ് ട്രപ്പീസിയം ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ അല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി ഇതിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ ഫസ്റ്റ് പിക്ചർ ബിലോ ആൻ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ഈസ് ഡ്രോൺ വിത്ത് വെർട്ടീസസ് ഓൺ എ സർക്കിൾ ആൻഡ് 2 of its vertices are joined to a point on the circle. ഇവിടെ ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ വെർട്ടീസിൽ നിന്നും ഓരോ ലൈൻ സർക്കിളിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് പിക്ചറിൽ ഒരു സ്ക്വയർ ആണ്. അവിടെയും ഇതേപോലെ ഓരോ വെർട്ടീസിനും 2 പോയിന്റ് സർക്കിളിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇൻ ഈച്ച് പിക്ചർ കാൽക്കുലേറ്റ് ദ ആംഗിൾസ് മാർക്ക്ഡ്. അപ്പോൾ ഈ ആംഗിൾസ് ഓരോന്നും കണ്ടുപിടിക്കുക. ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ഫിഗർ കോപ്പി ചെയ്തു. നമുക്ക് പേര് കൊടുക്കാം. ആദ്യത്തെ ഇവിടെ നമ്മൾ എ ബി സി ഡി എന്ന് പേര് കൊടുക്കുന്നു. രണ്ടാമത്തേലും എ ബി സി ഡി ഇ എന്ന് പേര് കൊടുക്കുന്നു. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മളിവിടെ ഈ ബി എന്ന് പറയുന്ന ആംഗിളിന് എക്സ് എന്ന് മാർക്ക് ചെയ്യുന്നു. ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ 3 ആംഗിളുകളും 60 ഡിഗ്രി വീതമായിരിക്കും. ഇൻ ട്രയാങ്കിൾ എ സി ഡി, ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ഡി ഈക്വൽ ടു 60 ഡിഗ്രിയാണ്. ഈ എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ്. കാരണം ഇത് സർക്കിളിനകത്താണല്ലോ. അതുകൊണ്ട് തന്നെ therefore ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കും. സൈക്ലിക് ക്വാഡ്രിലേറ്ററിൻ്റെ ആംഗിൾ സം 180, ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം 180 ഡിഗ്രിയാണ്. അപ്പോൾ ഡി നമുക്ക് 60 ആണെന്നറിയാം. അപ്പോൾ 60 ഡിഗ്രി ആംഗിൾ എക്സ് ഈക്വൽ ടു അത് 180 ഡിഗ്രിയാണ്. അതുകൊണ്ട് therefore x ഈക്വൽ ടു
180 മൈനസ് 60 ഡിഗ്രി ഈക്വൽ ടു 120 ഡിഗ്രിയാണ്. ആംഗിൾ മാർക്ക് ചെയ്തിരിക്കുന്നത് 120. ആംഗിൾ എ ബി സി ഈക്വൽ ടു 120 ഡിഗ്രിയാണ്. ഇനി ഇതിൽ സെക്കൻഡ് പിക്ചറിൽ ഇവിടെ എ സി ഡി ഇ എന്ന് പറയുന്നൊരു സ്ക്വയറാണ്. എ സി ഡി ഇ ഈസ് എ സ്ക്വയർ. അതുകൊണ്ട് തന്നെ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ഡി ഈക്വൽ ടു ആംഗിൾ ഇ ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഹാഫ് ആംഗിൾ ഡി ഈക്വൽ ടു 45 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ആംഗിള് 45 ഡിഗ്രിയാണ്. എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററലാണ്. ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂടെ ചേർത്താൽ 180 ഡിഗ്രിയാണ് കിട്ടും. അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ സപ്ലിമെന്ററി ആണ്. അതുകൊണ്ട് അപ്പോൾ നമുക്കിവിടെ ആംഗിൾ ഡി എന്ന് പറയുന്നത് മുഴുവൻ ആംഗിൾ അല്ല. നമുക്ക് ആംഗിൾ അതിനെ ഒന്നുകൂടെ കൃത്യമായിട്ട് എഴുതാം. ആംഗിൾ ബി പ്ലസ് ആംഗിൾ എ ഡി സി ആണ്. ആംഗിളിന് നമുക്ക് എ ഡി സി എന്ന് തന്നെ പേര് കൊടുക്കാം. ഈക്വൽ ടു അത് 180 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ ബി പ്ലസ് എ ഡി സി നമുക്ക് 45 ഡിഗ്രിയാണ്. അപ്പോൾ 45 ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ബി ഈക്വൽ ടു 180 മൈനസ് 45 ഡിഗ്രി ഈക്വൽ ടു 135 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ആംഗിൾ ബി ഈക്വൽ ടു 135 ഡിഗ്രി എന്ന് നമുക്ക് ആൻസർ കിട്ടി.